ഞാനിങ്ങനെ ആലോചിച്ചു, വയനാട് ഹോസ്റ്റൽ കുറെ കുട്ടികളുണ്ട്. ഹേയ്, എല്ലാവരും ഈ ഹോം ടൂർ ഒക്കെ ചെയ്യുന്നുണ്ടിട്ടില്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, വയനാട് ഹോസ്റ്റൽ എന്താ, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഹോസ്റ്റൽ ടൂർ ചെയ്തൂടെ? സോ ഐ തോട്ട് നമുക്കിന്ന് എൻ്റെ ഹോസ്റ്റലിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഗൈസ്, തൽക്കാലം അവിടെ ആരുമില്ല. സാധാരണ അവിടെ മിറർ ഫുള്ള് നിറച്ച ആൾക്കാരുള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ ആരുമില്ല. നമുക്ക് 4 ഹോസ്റ്റലായിട്ടുള്ളത്. ബോയ്സിന് 2 ഗേൾസിന് 2. ഗേൾസിന് UG-PG 1, PhD 1, ബോയ്സിന് UG-PG 1, PhD 1. അപ്പോൾ ഇത് രണ്ടും ബോയ്സിൻ്റെ ആണ്. സോ അപ്പോൾ ഈ 2 ഹോസ്റ്റലേഴ്സാണ് ഗേൾസിൻ്റെ, ഈ 2 ഹോസ്റ്റൽസാണ് ഗേൾസിൻ്റെത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് PhDയും റൈറ്റ് സൈഡിൽ കാണുന്നത് UG-PG. ഇവർക്കുണ്ട് UG കുട്ടികൾ വളരെ കുറവ്. ഈ വർഷേ നമ്മൾ CUPPയിൽ UG സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ PG സ്റ്റുഡൻസ് ആണ് കൂടുതലുള്ളത് കേട്ടോ. സോ നമുക്ക് ഹോസ്റ്റലിലോട്ട് വരാം. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. മെയിൻ ഗേറ്റ് നമുക്ക് പറയാം. ഇവിടെ കുറേ കുട്ടികളുടെ വയസ്സ്. അങ്ങനെ മെയിൻ ഗേറ്റ് കടന്നെത്തുമ്പോൾ ഇവിടെ നമ്മൾ സെക്യൂരിറ്റി സ്റ്റാഫ്സ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ PhD സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. നമുക്ക് ആദ്യം ഹോസ്റ്റലിൻ്റെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അകത്ത് കയറാം. കാരണം ഈവനിങ് ആയിട്ട് ലൈറ്റ് പോകാനായി തുടങ്ങിയത്. ഇതൊരു പച്ചപ്പൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ സ്റ്റുഡൻസൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, കാരണം ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. സാധാരണ തണുപ്പ് വിൻ്ററിലൊക്കെ കുറേ കുട്ടികളുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് അധികം ആൾക്കാരറിയാം. പിന്നെ അത് ക്ലാസ് ടൈമാണ്, ക്ലാസ് കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ക്ലാസ് ഇല്ലേ? നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ ഗൈസ്? എനിക്ക് എക്സാമാണ്. പട്ടിക്കുട്ടികളുണ്ടോ? ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണിത്. നിറയെ കുട്ടികളെക്കാളും കൂടുതൽ പട്ടി. അയ്യോ, എൻ്റെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് പേടിയാണ്, ഓടിക്കും ഗൈസ്. ഞാൻ മേടിച്ചു പോയിട്ടോ. ഏറ്റങ്ങൾ പിന്നാലെ ഓടും. പിന്നെ ഇത് ഇവിടുത്തെ ചെടികളുടെ പ്രത്യേകത കേട്ടോ. നമ്മുടെ നാട്ടിൽ ഭയങ്കര വെയിൽ വരാം, ഒരു ചെറിയ വെയിൽ വരാൻ കാത്തുക്കായിരിക്കും വാടി പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഗൈസ്. ഇവിടെ ഏത് വെയിലത്തും പൂവുണ്ടാവും. ഇത് സമ്മറായിട്ടാണ് ഇത്ര കുറച്ച് പൂവ്. വിൻ്റർ ആകുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാവും. വിൻ്റർ ആകുമ്പോൾ നമുക്ക് ഒരു വീഡിയോ കൂടെ എടുക്കാം. ഇവിടെ ഒക്കെ അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. ആ മതിലുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് കാടാണ്. ഈ മതിലാണ് നമ്മളെ ഹോസ്റ്റലിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്നത്. പക്ഷെ ഇതിൻ്റെ അപ്പുറമൊക്കെ നമ്മളെ CUPPൻ്റെ ഏരിയ തന്നെയാണ്, പക്ഷെ അത് കാടാണ് ഗൈസ്. ഇതാണ് നമ്മളെ ഹോസ്റ്റൽ, റാണി ലക്ഷ്മി ബായ് ഗേൾസ് ഹോസ്റ്റൽ. ഇറ്റ് ഈസ് അവർ ഹോസ്റ്റൽ ഗൈസ്. ഇത് മേലോട്ട് കാണുന്നുണ്ടാവില്ല കേട്ടോ. ഇവിടെയൊക്കെ കുറേ ചെയേഴ്സ് ഉണ്ട് ഇതുപോലെ, നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയേഴ്സൊക്കെ. സോ ഇറ്റ് ഈസ് അവർ ഹോസ്റ്റൽ ഗൈസ്. ഇത് ബാസ്കറ്റ് ബോൾ കോർട്ടാണ്. ഇവിടെ കുട്ടികളൊക്കെ ഈവനിങ് ടൈമിലൊക്കെ ബാസ്കറ്റ് ബോളിനും അതിനൊക്കെ ആയിട്ട് വരലുണ്ട്. പിന്നെ ഈ എക്സസൈസ് ഇല്ലേ, സൂംബ പോലത്തെ യോഗ, അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വരുന്നുണ്ട്. ഇത് നമ്മളെ കോളേജിലേക്കുള്ള ഹോസ്റ്റലിലേക്കുള്ള വേറെ എൻട്രി. അപ്പുറത്തെ ഡോർ വേറെ എൻട്രി കേട്ടോ. ഇത് നമ്മളെ ഹോസ്റ്റലിലേക്കുള്ള വേറെ എൻട്രിയാണ്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പട്ടികൾ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ കുറഞ്ഞാണ്. ഇവിടെയൊക്കെ കുട്ടികളെ, അതായത് ഗേൾസ് സ്റ്റുഡൻസിൻ്റെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ കാറുണ്ട്, ബൈക്കുണ്ട്, സൈക്കിളുണ്ട്. ഇവിടെ അധികം സ്റ്റുഡൻസ് സൈക്കിളാണ് യൂസ് ചെയ്യണത്. കാരണം സൈക്കിളാണ് സുഖം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആകെ 2 വർഷത്തിന് വരല്ലേ. സോ 2 വർഷത്തിന് സൈക്കിൾ ധാരാളമാണ്. ഞാനും കുറേ വന്നിട്ട് സൈക്കിൾ വാങ്ങണമെന്നൊക്കെ വെച്ചിരുന്നു, പക്ഷെ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ എൻട്രൻസ്. അപ്പുറത്തെ എൻട്രൻസ് നമ്മൾ നേരത്തെ വന്നത് കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഡോർ ഇടണം ഇങ്ങനെ കേട്ട് വരും. 2 ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ അറ്റത്താണ് ഡ്രിങ്കിങ് വാട്ടർ ഉള്ളത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എൻ്റെ റൂം അതേ അറ്റത്താണ്. ആ അറ്റത്ത് നീ അറ്റം വരെ വരണം വെള്ളം. ഇത് നല്ല ഭയങ്കര സംഭവം കേട്ടോ. ഇവിടെ നമുക്ക് ഭയങ്കര സൺ കിസ് ഫീൽ ആണ്. നമ്മൾ പറഞ്ഞ സംഭവമൊക്കെ കാണുന്നുണ്ടോ? അതാട്ടോ PhD ഹോസ്റ്റൽ. ഇവിടെ റൂംസ് ഉണ്ടോ. എങ്ങനെയാണ് ഇപ്പോൾ ഹോസ്റ്റലിലൊരു പ്രകൃതിയിൽ എങ്ങനെയാണ് നമ്മുടെ ഹോസ്റ്റലിൽ ഉള്ളത്? നമ്മൾ ഈ അറ്റത്ത് നാറ്റം വരെ നടക്കണം. ഇവിടെയാണ് വാഷ്റൂം. ഒരു വാഷ്റൂം ഇവിടെ കേട്ടോ. അപ്പുറത്ത് വാഷ്റൂമുണ്ട്. ഒരു ഫ്ലോറിൽ 2 വാഷ്റൂമും ഒരു ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ആട്ടുള്ള.
സോ ഇവിടെ നമ്മളെ വേസ്റ്റൊക്കെ ഡസ്റ്റ്ബിൻ കേട്ടോ, കുറേ ഡസ്റ്റ്ബിൻ ഉണ്ടാവുന്നുണ്ട് സാധാരണ. ഇത് നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ. ഈ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ പ്രാക്ടീസിനൊക്കെ വരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നല്ല വ്യൂ ആണ് ഇവിടെ. നമ്മളെ ഹോസ്റ്റലിൻ്റെ നേരെ വരില്ല, നമ്മളെ ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കിയാൽ ഈ ഒരു വ്യൂ കേട്ടോ, നല്ല അടിപൊളി വ്യൂ. ഇപ്പോൾ ഇവിടെ ആരും കാണില്ല. അതായത് നിങ്ങൾക്ക് ദൂരെ കാണുന്നുണ്ടോ അറിയില്ല, അവിടെ ദൂരെ മാനയാള് ഓടുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ കാണുന്നില്ല ഗൈസ്. നല്ല രസമാണ് കേട്ടോ. അത് സൂം ചെയ്യുന്നതിന് പരിധിയുണ്ട്. കണ്ടോ മാന ഓടുന്നുണ്ട്. ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഈവനിങ് സമയങ്ങളിലൊക്കെ നമ്മൾ ബാൽക്കണി ഇരിക്കുമ്പോൾ നല്ല രസം. മാന്, പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു, നീൽക്കായ് പറയും. ഞാൻ ഇവിടെ നിന്റെ ഇഷ്ടം പേരെന്നെ കേൾക്കണം, നീൽക്കായ് പറഞ്ഞിട്ട്. ഈ നീൽക്കായ് കാണാൻ നമ്മളൊരു കുതിരൻ്റെയും കഴുതൻ്റെയും ഒരു മിക്സ് ആണെങ്കിൽ പറയാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതന്നെ നീൽക്കായിനെ ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൂ, വേറെ ഔട്ടിങ് കണ്ടില്ല. നീൽക്കായ്, പട്ടി, മാന്, പ്രാവ് അതൊക്കെയാണ് ആ കാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ റൂമിലോട്ട് പോകുന്നത് ഗൈസ്. കുറേ റൂമുകളുണ്ട് കേട്ടോ, രണ്ട് സൈഡിലായിട്ട്. ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് ജൂനിയേഴ്സും, അതായത് PG ഫസ്റ്റ് ഇയേഴ്സ്, ഇവിടെ സെക്കൻഡ് ഇയേഴ്സ് ആയിരുന്നു. ഇപ്പം നമ്മൾ സെക്കൻഡ് ഇയേഴ്സ് ആവാൻ പോവുകയാണ്. മിക്കവാറും നമ്മളെ റൂം മാറ്റുമായിരിക്കും. അയ്യോ, നമ്മൾ ആ അറ്റത്ത് നടക്കാൻ തുടങ്ങിയതാട്ടോ. എൻ്റെ റൂം ഇതുവരെ എത്തില്ല. യെസ് ഗൈസ്, 526 526 ദിസ് ഇസ് അവർ റൂം. സോ നമ്മൾ ചെരുപ്പൊക്കെ പുറത്തയച്ചിട്ട് വേണം കയറാൻ. പിന്നെ എൻ്റെ റൂം നിങ്ങൾ കണ്ടതാണ് ഇതിന് മുമ്പ്. അയ്യോ, തുറക്കാൻ കിട്ടണില്ല. നല്ല അലങ്കോളാട്ടോ. ഞാനൊരു വീഡിയോയിൽ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിച്ചിട്ട് ഇപ്പം ഇതാണ് അവസ്ഥ. ഇതാട്ടോ നമ്മളെ റൂമിൽ നിന്നുള്ള ബാൽക്കണി പറയുന്ന. അങ്ങനെ വേണ്ട, എല്ലാ റൂമിൽ നിന്നും ബാൽക്കണി ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. പിന്നെ പ്രാവുണ്ട്, കുറേ പ്രാവുണ്ട് ഇവിടെ ഗൈസ്. ഇവിടെ ആ സൈഡിൽ ഞാൻ പറഞ്ഞ സെയിം സാധനമാണ്. പിന്നെ ഇത് സ്റ്റെയർ, ലിഫ്റ്റ് ഇടയ്ക്ക് കേടാവും. പിന്നെ അല്ലാത്ത സമയത്തും സ്റ്റെയർ വേണ്ടവർക്ക് സ്റ്റെയർ യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ സ്റ്റെയർ. താഴെ മേലേക്ക് പോയാൽ നമുക്ക് ഒഴിഞ്ഞ് നമുക്ക് ഇവിടെ പോലെ തന്നെ എടുക്കാം. വീഡിയോ ഒക്കെ എടുത്തതിന് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴായിട്ടാ എന്തുകൊണ്ട് നമുക്ക് മെസ്സും കൂടെ ഉൾപ്പെടുത്തിക്കൂടാ? നമ്മൾ ഹൗസ് ടൂറൊക്കെ ചെയ്യുമ്പോൾ കിച്ചൺ ഉൾപ്പെടുത്തൂലേ? നിങ്ങൾ രാവിലെ കണ്ട അതേ ഹോസ്റ്റലായിട്ടപ്പോൾ രാത്രി എന്തോ CUPBക്ക് ഒരു പ്രത്യേക ഭംഗി വരാണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രാത്രി ആകുമ്പോൾ കുട്ടികളൊക്കെ കുറേ ഇറങ്ങി നടക്കും. ഞാൻ പോയെന്ന് ഇവിടെ ലീവ് എഴുതിയിട്ടാണ് പോയത്. സോ അത് ക്ലെയിം ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് അപ്പോൾ CUPBയിലെ മെസ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളാകെ CUPBയിലെ ഗേൾസ് ഹോസ്റ്റലിലെ ഒന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു പുറംഭാഗം പിന്നെ എൻ്റെ റൂം മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂലേ. ബൈ.